കഴിഞ്ഞ ദിവസം അഖിൽ മാരാറ് BJP തള്ളിപ്പറഞ്ഞു. BJP 2020 സാബ് കാശ് മേടിച്ചു, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിയും പറഞ്ഞു നടക്കുന്നുണ്ട്. അയാൾക്ക് ഒത്തിരി കിട്ടി, ഞാനങ്ങനെ ജീവിച്ച ആളല്ല. മറ്റേ വിലവേശലൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് പറഞ്ഞു കൊടുത്താൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പുള്ളിക്ക് പറഞ്ഞില്ല, അവർക്ക് അറിയത്തില്ല എന്താ വേണ്ടതെന്നൊക്കെ. ഇപ്പോൾ റൂബിൻ രാധാകൃഷ്ണൻ്റെ ഓഡിയോ സന്ദേശം പുറത്ത്. എന്തോ ഇങ്ങനെയൊക്കെ ഓരോ മാധ്യമങ്ങളിൽ കാണുന്നു. BJP എന്നാൽ വർഗീയവാദികൾ ആണ്, അവരുടെ തത്വങ്ങളെക്കുറിച്ച് എനിക്ക് ABCD അറിയില്ല, ഞാനൊരു പക്കാ ബിസിനസ്സുകാരൻ ആണ്. റൂബിൻ രാധാകൃഷ്ണൻ്റെ ഓഡിയോ സന്ദേശം പുറത്ത്. ABCD എനിക്കറിയില്ല, ഞാനൊരു പക്കാ ബിസിനസ്സുകാരനാണെന്ന് പറയുന്ന റൂബിൻ രാധാകൃഷ്ണൻ്റെ ഓഡിയോ സന്ദേശം പുറത്ത് വിട്ട ഇൻഫ്ലുവൻസർ സുൽജിത്ത്. ആരുടെ സുൽജിത്ത്? ഇതൊരു സാമ്പിൾ മാത്രമാണെന്നും 4 പാട്ടുകളായി ഓഡിയോ പുറത്തു വിടുമെന്നും സുൽജിത്ത് പറയുന്നു. ശരിടാ, ഇവന്മാർക്ക് എന്തിൻ്റെ കേടാടേ? ഇവർക്ക് ഈ ഓഡിയോ പുറത്തു വിടുക ഇതുകൊണ്ടൊന്നും ഒരു ഗുണം അവനൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഇത് കേസായിരിക്കും. ഒരാളുടെ പ്രൈവറ്റ് ചാറ്റോ അല്ലെങ്കിൽ ഒരാൾ അയച്ച ഓഡിയോ മെസ്സേജോ അല്ലെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്നതോ ഉറപ്പായിട്ടും പ്രൈവസി ഇൻഫ്രിഞ്ച്മെൻറ്റ് ആണ്. അത് IPC-യോ BNS-ഓ 60A എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വകുപ്പൊക്കെയാണ്, നമുക്ക് നോക്കാം. എനിക്കത്ര ഉറപ്പൊന്നുമില്ല, ഞങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടുണ്ട്. പ്രൈവറ്റ് ചാറ്റ് ഓർ ഓഡിയോ മെസ്സേജ് പബ്ലിഷിംഗ് എന്താ പബ്ലിഷ് ചെയ്യുന്നത് നോക്കട്ടെ. ഇറ്റ്സ് ഇല്ലീഗൽ ടു റെക്കോർഡ് കോൺവെർസേഷൻ ഇൻ ഇന്ത്യ. Article 21 or Constitution of the Constitution of India. Doing so can invite civil lawsuits for damages. Technology Act ഏതാണ് 0.15 Privacy Criminal Liability IT Act like criminal privacy violations and penal codes addressing defamation or modesty insults 0.15 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 60 അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് Article 21 Constitution of India റൈറ്റ് ടു പ്രൈവസി ഇത് പലരും ചെയ്യുന്നുണ്ട് വലിയ കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഈ റോബിൻ രാധാകൃഷ്ണൻ അതിൽ കേസ് കൊടുക്കുകയും ആ പോസ്റ്റ് പിൻവലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യേണ്ടതാണ്. പോലീസ് ഫോഴ്സ് വഴി കേസ് കൊടുക്കണം, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തണം, സൈബർ സെൽ അവരെ വിളിച്ച് വരുത്തും. ഇനി 3 എപ്പിസോഡ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്, പക്ഷേ വളരെ കുറച്ച് പേരുടെ ഇങ്ങനെ ധൈര്യത്തോടുകൂടി ആൾക്കാർ പബ്ലിഷ് ചെയ്യുകയും നാട്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. ഇനി കുഴപ്പക്കാരെന്ന് തോന്നിയാൽ അതൊന്നും ചെയ്യത്തില്ല. ഈ റൂബിനെയൊക്കെ ചുമ്മാതെ ആൾക്കാരങ്ങ് എന്താ പറയുക റീച്ചിന് വേണ്ടിയിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് കാണുന്നത്. അല്ല, അവരിപ്പോൾ എന്നോട് ആളുകൾ പറഞ്ഞു നോക്കി, ഞാനൊരിക്കലും ആരുടെ ഓഡിയോ ഇതുവരെ ലീക്ക് ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ വിശ്വസിക്കാതെ പറഞ്ഞാലോ ഒന്നും ഞാൻ ഇതെടുത്തോണ്ട് പോയി എടുത്ത് പബ്ലിഷ് ചെയ്ത് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം റിവീൽ ചെയ്യുന്നതിനകത്തൊന്നും ഞാൻ എന്തോ ഭയങ്കരനാണെന്നുള്ളൊരു തോന്നലേ എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഓഡിയോ ക്ലിപ്സ് ഒന്നും എടുത്ത് വെക്കാറുമില്ല, ഒന്നുമില്ല അങ്ങനത്തെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ അയാൾ വിശ്വസിച്ചല്ലേ നമ്മളോരോന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയാൽ ജീവിതത്തിലായാലും നമ്മളൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കും. ഇവിടെ പലർക്കും അങ്ങനെ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. പലരും കാര്യമായിട്ടൊക്കെ സംസാരിച്ച് എല്ലാം ലീക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ അവരോടുള്ള വിശ്വാസത മൊത്തത്തിൽ ചുറ്റുപാട് നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും പോകുന്നുണ്ടെന്നുള്ള. സ്വന്തം ഭാര്യ വരെ സൂക്ഷിക്കുന്നവരെയൊക്കെ, ഈ ലീക്ക് ചെയ്യുന്നവരെയും ഇങ്ങനെയൊക്കെയുള്ള പണി കാണിക്കുന്നവരെയൊക്കെ. റോബിൻ ഇതൊക്കെ പറയാൻ സാധ്യതയുള്ള ആളാണെന്നേ, റോബിന് ഈ അഖിൽ മാരാറ്. ഇനി സെക്രട്ടറിയേറ്റൊക്കെ ആണെങ്കിലും മത്സരിച്ച് കഴിഞ്ഞാൽ വൻ കോമഡി ആയിരിക്കും. ഇതുപോലത്തെ കുറേ കൂട്ടത്തിലൊക്കെ കേൾക്കേണ്ടി വരും. കാരണം ഇവന്മാരെല്ലാം ഒരു ടൈപ്പ് പരിപാടിയായിരുന്നു. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടും, അതും പെറുക്കി എടുത്തുകൊണ്ട് വരും, ചാറ്റ് ലീക്കാക്കുന്നു. അതുപോലെ തന്നെ എന്താ ഓഡിയോ മെസ്സേജ് ലീക്കാക്കുന്നു, ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു, എവിടെ നിന്ന് കിട്ടുന്നു, വേറൊരു കാസറ്റ് വേണ്ടെടുത്തൻ. ഇങ്ങനെയുള്ളവരുടെയൊക്കെ പണി എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെ കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ ഇങ്ങനത്തെ സാധനം ചെയ്യുമ്പോൾ? ഒരു ഗുണം ഉണ്ടാകത്തില്ല. ചുമ്മാ അതിനിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടന്റ് മെഴുകൽ, ഇതൊക്കെ എന്തോ വലിയ കാര്യമാണെന്നുള്ളൊരു ചിന്ത. എന്തോ സംഭവമായി ഇവിടെ കുറേ പേര് കണ്ടു കളിയാ നന്നായി അത് ചെയ്ത് അവനെ അങ്ങ് പൊളിക്ക്. ഇവിടെ അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യണ്ടേ, ഏതവനാണേലും. അത് ഇവൻ ശരിയാ, ഇവനെ പറ്റി വലിയ അഭിപ്രായം ആർക്കും ഇല്ല. BJP-ക്കാർക്കാണ് ഇപ്പോൾ കോൾ അടിച്ചേക്കുന്നത്, നല്ല ടീമുകളെ വിളിച്ചകത്ത് കയറ്റിയത്. അതും മത്സരിപ്പിക്കാൻ പറ്റിയ സാധനങ്ങൾ. ഡോക്ടർ റോബിനും മറ്റേ അവനും അഖിൽമാരാറ് എന്തെങ്കിലും വെളിവുമാർ കൊണ്ടെന്ന് ആർക്കെങ്കിലും അറിയാവോ? എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇവർ വെളിവോട് കൂടി ഒരു മറ്റേ നിലപാടോട് കൂടി അല്ലെങ്കിൽ ഒരു വ്യക്തതയോട് കൂടി എന്തെങ്കിലും കാര്യങ്ങൾ പക്വതയോട് കൂടി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള സാധനമാണ്. അല്ലാതെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നൊരു കാര്യത്തിൽ ഇടപെടുന്ന കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ അറിയാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പടമൊക്കെ ചെയ്ത് വെച്ചാൽ കണ്ടല്ലോ, ആരെയോ പറ്റിക്കാൻ അറിയാം. അഖിൽമാരാർ സംസാരിച്ച് പറ്റിക്കും. ഡോക്ടർ റോബിൻ അലറി ബഹളം ഉണ്ടാക്കും. ഇതാണ് ഇവരുടെ ക്വാളിറ്റി. അല്ലാതെ ഇവർക്ക് വേറെ ഇവർ ചെയ്ത കാര്യങ്ങളൊന്നും ഇവരുടെ റിസൾട്ടൊന്നും കൊള്ളൊന്നുമില്ല. ഇവൻ ഡോക്ടറാന്ന് പറയുന്നത് ഇവിടെ എന്നിട്ട് ഒരു ആശുപത്രി ജോലി ചെയ്യാതെ എന്തുകൊണ്ട് MBBS നിർത്തിയിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല? അത് ഇവനെന്തോ ഒരു കിളി പോയതിനെ പോലെയൊക്കെ നടക്കുന്നതാണ്. മറ്റേ സെക്രട്ടേറിയറ്റിലെ പ്രതിഷേധത്തിനകത്തൂടെയൊക്കെ നനഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ പോകുന്നുണ്ട്, ഓടി വരുന്നതൊക്കെ ഉണ്ട്, ഊട്ടി ഓൾറെഡി കൂടി. ഇതെന്തോ ഇത്? അത് ആരാണ്ട് ആക്ഷൻ പറഞ്ഞ് പോകുന്ന പോലുണ്ട്, എല്ലാവരും ഒന്നിച്ചൊരു ഒറ്റ ഓട്ടം.
ക്യാമറമാൻ ആക്ഷൻ എന്ന് പറയും, ഒരു ഒറ്റ ഓട്ടം കുറേ ആൾക്കാർ. എന്നിട്ട് അവർക്ക് ബലാത്സംഗത്തിന് പോകുന്നവരാണെന്നും ഇവരൊക്കെ വെടിവെച്ച് കൊല്ലണമെന്നും ബി ജെ പിയിലൊരു മുതിർന്ന ഒരു താത്വിക അല്ലെങ്കിൽ തത്വജ്ഞാനി വീഡിയോ ഇട്ടു. ഇങ്ങനെ പ്രതിഷേധത്തിനൊക്കെ പോകുന്നവരെന്ന് പറഞ്ഞാൽ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും, അതുമല്ല അയാളാണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതെങ്കിൽ ഈ റോബിനൊക്കെ ഇപ്പോൾ വെടിവെച്ച് കൊന്നേനെ. എന്നിട്ട് ഞാൻ ആ ശവങ്ങളൊക്കെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടിട്ട് തിരിച്ചു പോകുന്ന വഴി ആ കണ്ട പെൺപിള്ളേരെല്ലാം അവർ ബലാത്സംഗത്തിന് കൊതിക്കുന്നതാണെന്ന് മനസ്സിലാക്കി എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേരെയും ഞാൻ ബലാത്സംഗം ചെയ്യും. അതാണ് അവിടെ ചെയ്യേണ്ടത്. ഞാനാണെങ്കിൽ അതാണ് ചെയ്യുന്നത്. ശ്വാസം എടുക്കാൻ വയ്യ, അപ്പോഴാ കൊലപാതകം വയ്യ. എന്തിനാണ് ഇയാളൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഭയങ്കരം തന്നെ. എന്തൊരു നടക്കണം. അത് കഴിഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങോട്ട് പോവുക, തെളിവെടുക്കാൻ പോവുകയാണോ എന്താ അറിയത്തില്ല. പോലീസ് സ്റ്റേഷൻ ഇറങ്ങി വന്നപ്പോൾ ഈ ബി ജെ പിക്കാരെല്ലാം കൂടെ അവിടെ കിടന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ എന്തിന് ഈ പൊട്ടത്തരം പറയുന്നത്? അതങ്ങനെ പറയണം. എന്തൊരു മണ്ടന്മാരാണോ ഇവരൊക്കെ? ഇങ്ങനെയുള്ള മണ്ടന്മാരൊക്കെയാണ് ഭരണം ഏൽപ്പിക്കാൻ പോയത് ബി ജെ പി. ഈ പറഞ്ഞ റോബിന് എന്താ പേര്, മറ്റേ അഖിൽമാരാർ. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സുകാർ മറ്റേ ഇവനെ കൊണ്ടുവന്നു, കാട്ടുകള്ളെന്നൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ, അവൻ്റെ പേരുന്ന മറ്റേ ചാരിറ്റിയൊക്കെ ചെയ്യുന്നത്. അവനെയൊക്കെ പൊക്കിയിടുന്നു. ചാരിറ്റി തട്ടിപ്പ് വീരനാണ്, ഇവനെ പിടിച്ച് ഇലക്ഷൻ നിർത്തിയാൽ നമുക്ക് നല്ലപോലെ ഫണ്ട് ഉണ്ടാക്കി തരും എന്നാണ് കോൺഗ്രസ്സുകാരുടെ ആരും പറഞ്ഞ്. അപ്പോൾ ഉടനെ രമേശ് ചെന്നിത്തല ഈ പ്രാവശ്യം ഡയലോഗ് അടിച്ചു വന്ന്, പഞ്ചായത്ത് ഇലക്ഷൻ പോലും നിർത്താൻ പറ്റാത്തവരെ നമ്മളെങ്ങനെയാണ് അസംബ്ലി ഇലക്ഷനിൽ നിർത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാറിനെ പറ്റിയാണോ അറിയത്തില്ല, ആരുടെ പറ്റി അങ്ങനെ ഒരു പരിപാടി ഇല്ലെന്ന്. അപ്പോൾ ഇവനെന്തിനു കൊള്ളാം? മറ്റേ അവൻ്റെ പേരെന്താ, ചാരിറ്റി തട്ടിപ്പുകാരൻ, അവനെന്തിനു കൊള്ളാം? ഈ തട്ടിപ്പുകാരൊക്കെ നിങ്ങൾക്ക് നിർത്താനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ പറയുമ്പോഴേ അവിടെ ഇവിടെ തൊടാത്ത വർത്താനങ്ങൾ ഇന്ന് പറഞ്ഞാൽ നാളെ പറയത്തില്ല. അതൊക്കെ പിന്നെ രാഷ്ട്രീയക്കാരുടെ പരിപാടി തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് പറഞ്ഞാൽ കുഴപ്പമില്ല. രമേശ് ചെന്നിത്തല പറയട്ടെ.